നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. രക്തക്കുഴലുകളുടെ അസുഖങ്ങൾക്കുള്ള ആധുനിക ചികിത്സാ രീതിയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റായ ഡോക്ടർ മുഹമ്മദ് റഫീഖ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി അഥവാ ഈ രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള ചികിത്സാ രീതി എന്താണെന്ന് വിശദീകരിക്കാമോ? ഇൻ്റർവെൻഷൻ റേഡിയോളജി ആധുനിക വൈദ്യശാസ്ത്രത്തിലെ പൊതുവെ നൂതനമായിട്ടുള്ള ഒരു ചികിത്സാ ശാഖയാണ്. പലപ്പോഴും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്കിടയിൽ അത്ര അറിയപ്പെടാത്തൊരു ചികിത്സാ സമ്പ്രദായമാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി. ലളിതമായി പറയുകയാണെങ്കിൽ പ്രധാനമായും രക്തക്കുഴലുകളുടെ അസുഖങ്ങൾ, അതല്ലാത്ത ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. എന്നാലും പ്രധാനമായും രക്തക്കുഴലിൻ്റെ അസുഖങ്ങളാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ നമ്മൾ ചികിത്സിക്കുന്നത്. ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ ഓപ്പറേഷൻ ഇല്ലാതെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന രക്തക്കുഴലുടെ ബ്ലോക്കുകൾ അഥവാ തടസ്സങ്ങൾ, അന്യൂറിസം, AVM എന്നൊക്കെ അറിയപ്പെടുന്ന തടിപ്പുകൾ, അതേപോലെ രക്തക്കുഴൽ പൊട്ടിയുണ്ടാകുന്ന അമിതമായ രക്തസ്രാവം, ഇവ ഓപ്പറേഷൻ ഇല്ലാതെ ശരീരത്തിൻ്റെ രക്തക്കുഴലുകളിലേക്ക് വളരെ നേരിയ സുഷിരങ്ങളിലൂടെ പ്രത്യേകമായ സംവിധാനങ്ങൾ, ചെറിയ ട്യൂബുകളൊക്കെ കടത്തി വിട്ടുകൊണ്ട് നമ്മൾ അത്യാധുനികമായ ഇമേജിംഗ് സംവിധാനങ്ങളിലൂടെ ഈ രക്തക്കുഴലുകളെയും രക്തപ്രവാഹത്തെയും കണ്ടുകൊണ്ട് തന്നെ ആ ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയോ പൊട്ടിയ രക്തക്കുഴലുകൾ അടച്ചു കളയുകയുമാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജി ചെയ്യുന്നത്. ലളിതമായി പെട്ടെന്ന് മനസ്സിലാവാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം വരുമ്പോൾ കൊറോണറി രക്തധമനികളിൽ ആൻജിയോപ്ലാസ്റ്റി, സ്റ്റെൻറ്റിംഗ് ഒക്കെ മുഖാന്തരം ട്രീറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സമാനമായ രീതിയിൽ ശരീരത്തിലെ തലച്ചോറ്, കഴുത്ത്, നെഞ്ഞ്, ആമാശയം, കൈകാലുകൾ, ഇവിടെയൊക്കെയുള്ള രക്തക്കുഴലുകളുടെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഓപ്പറേഷൻ ഇല്ലാതെ ലളിതമായി ചികിത്സിക്കുകയാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ പൊതുവായി ചെയ്യുന്നത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ കൊല്ലത്തു നിന്ന് ലിസിയാ സംസാരിക്കുന്നത്. ഡോക്ടറുടെ ചോദിച്ചോളൂ. എനിക്ക് ഡോക്ടറെ പെട്ടെന്ന് നെഞ്ചിടിപ്പ് കൂടുവാണ്, ബീറ്റ് പെട്ടെന്ന് അങ്ങ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു 15-20 വർഷമായിട്ട് കഴിക്കുകയാണ്. മെട്രോലാർ എക്സാർ എന്ന് പറഞ്ഞ ഗുളിക കഴിക്കുന്നുണ്ട്. നെഞ്ചിടിപ്പ് കുറയുന്നുണ്ട്. എങ്കിലും നടക്കുമ്പോ ഒന്നും പ്രശ്നങ്ങളില്ല. കിടക്കുമ്പോ അത് ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കും തന്നെ. അപ്പൊ ഇതുകൊണ്ട് എന്റെ രക്തക്കുഴലിന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ? എന്താണ് അതിന്റെ ഇതൊന്ന് അറിയാനായിരുന്നു. ഹൃദയമിടിപ്പുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ് ചേച്ചി ലിസി ചോദിച്ചിട്ടുള്ളത്. ഇത് ഹൃദ്രോഗ റേഡിയോളജി വിഭാഗത്തിലെ ട്രീറ്റ്മെൻറ്റുകളാണ് ഇതിനാവശ്യം. ഇത് ഇലക്ട്രോഫിസിയോളജി സ്റ്റഡികൾ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ഹൃദയക്രമത്തിലുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇലക്ട്രോഫിസിയോളജി സ്റ്റഡികൾ ചെയ്ത് കാർഡിയോളജി ഡോക്ടർമാരെ കാണിച്ച് ഇതിന് ചികിത്സ ചേച്ചി എടുക്കേണ്ടതാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജി എന്ന വിഭാഗത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? വളരെ പ്രധാനപ്പെട്ട സാധാരണയായി കാണുന്ന ഒട്ടേറെ അസുഖങ്ങൾക്ക് വിപ്ലവാത്മകമായ ചികിത്സാ രീതികളാണ് ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ ആവിർഭാവത്തോടുകൂടി വന്നിട്ടുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പക്ഷാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് വളരെ സാധാരണമായി ഉണ്ടാകുന്നതും അതീവ ഗുരുതരമായ അവസ്ഥയാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചലനശേഷി, കേൾവി, കാഴ്ച, ഓർമ്മ എല്ലാം പൂർണ്ണമായിട്ടും ചിലപ്പോൾ ഒരു ആയുഷ്കാലം മുഴുവൻ അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് പക്ഷാഘാതം കൊണ്ടുണ്ടാകുന്നത്. ഈ പക്ഷാഘാതം 2 രീതിയിൽ സംഭവിക്കാം. ഒന്ന് രക്തക്കുഴൽ അടഞ്ഞു പോയിട്ടുള്ള പക്ഷാഘാതമാണ്. രണ്ടാമത് തലച്ചോറ് രക്തക്കുഴൽ പൊട്ടിയിട്ടുണ്ടാകുന്ന രക്തസ്രാവം മൂലമുണ്ടാകുന്ന മസ്തിഷ്കാഘാതമാണ്. ഇതിൽ രക്തക്കുഴൽ അടഞ്ഞിട്ടുള്ള പക്ഷാഘാതം സംഭവിക്കുമ്പോൾ വളരെ ഏർലി ആയിട്ടുള്ള, വളരെ നേരത്തെ 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ രക്ത ഓട്ടം പൂർവ്വസ്ഥിതിയിലാക്കുകയാണെങ്കിൽ, ഈ ബ്ലോക്കുകൾ നീക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ പക്ഷാഘാതം പലപ്പോഴും പൂർണ്ണമായും അല്ലെങ്കിൽ നല്ലൊരു അളവോളം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. ഈ 6 മണിക്കൂർ എന്നുള്ളത് വളരെ പ്രധാനമാണ്. തലച്ചോറിലെ ചെറിയ രക്തക്കുഴലുകളാണ് ബ്ലോക്ക് വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ, IV ത്രോംബോളൈസിസ് എന്ന ചികിത്സ 4-4.5 മണിക്കൂറോളം കൊടുക്കാൻ കഴിയും. പക്ഷേ പലപ്പോഴും മസ്തിഷ്കത്തിലെ വലിയ രക്തക്കുഴലുകളാണ് അടഞ്ഞു പോവുക. ഇത്തരം അവസരങ്ങളിൽ IV ത്രോംബോളൈസിസ് ചികിത്സ ഫലപ്രദമാവുകയില്ല. അപ്പോൾ നമ്മൾ നേരിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ ഇല്ലാതെ രക്തക്കുഴലിൻ്റെ ഉള്ളിലൂടെ പോയി ഈ രക്തക്കട്ടുകൾ പൂർണ്ണമായി എടുത്തു മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കാൻ ഇൻ്റർവെൻഷൻ റേഡിയോളജിയെ കൊണ്ട് കഴിയും. രണ്ടാമതായി മസ്തിഷ്കത്തിൽ പറയുകയാണെങ്കിൽ രക്തസ്രാവം മൂലമുണ്ടാകുന്ന മസ്തിഷ്കാഘാതമുണ്ട്. പലപ്പോഴും അന്യൂറിസമൽ സബാരക്കനോയിഡ് ഹെമറേജ് എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ AVM പോലെയുള്ള അസുഖങ്ങളുണ്ട്. ഇവ മുമ്പ് ഇൻ്റർവെൻഷൻ റേഡിയോളജി വരുന്നതിന് മുമ്പ് തലമുണ്ടനം ചെയ്ത് തലയോട്ടി തുറന്ന് തലച്ചോറിലൂടെ പോയി ആ രക്തക്കുഴലുകളിൽ ക്ലിപ്പുകൾ, നമ്മൾ മുടിയിലേക്ക് ഇടുന്ന പോലത്തെ ഉള്ള പ്രത്യേകമായ ക്ലിപ്പുകൾ വെച്ചിട്ടാണ്, വലിയ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഇത് ചികിത്സിച്ച് വരുന്നത്.
എന്നാൽ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലൂടെ ഒരു ഓപ്പറേഷനും ഇല്ലാതെ ഞാൻ പറഞ്ഞ പോലെ രക്തക്കുഴലിനുള്ളിലൂടെ തന്നെ പോയി എവിടെയാണോ ബ്ലീഡിങ് അത് കണ്ടുപിടിച്ച് അത് കോയിലിംഗ് അല്ലെങ്കിൽ എംബോളൈസേഷൻ എന്നുള്ള ചികിത്സയിലൂടെ അത് പൂർണ്ണമായി സുഖപ്പെടുത്താൻ സാധിക്കും. മറ്റൊന്നുള്ളത് വളരെ കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? സുരേന്ദ്രൻ പേര്, ബോംബെ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എനിക്ക് ബ്രെയിനിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറവാണെന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അത് ഒരു 6 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞ് തുടങ്ങിയിട്ട്. എന്തൊക്കെയാണ് ലക്ഷണങ്ങളായിട്ടുള്ളത്? ലക്ഷണങ്ങൾ ചില നടക്കുമ്പോ കണ്ണ് കാണാതെ കണ്ണിലിട്ട് കയറുക, തല കറങ്ങുക, ഇതൊക്കെയാണ്. പിന്നെ പരിസരം ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് എവിടെയാണ് ഇതിന് ബ്ലോക്ക് ഉണ്ടോ ശരീരത്തിലെ? ബ്ലോക്കില്ല, CT സ്കാൻ ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറവില്ല എന്നാ പറഞ്ഞത്. നമ്മൾ ഇതിന് CT സ്കാൻ മാത്രം ചെയ്താൽ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോണമെന്നില്ല. നമ്മൾ ഈ രക്തക്കോയിലുകൾ നോക്കണം. അപ്പോൾ അതിന് കഴുത്തിലെ രക്തക്കോയിലുകളാണെങ്കിൽ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഡോപ്ലർ അൾട്രാസൗണ്ട് സ്കാന് ആണ് ആദ്യം ചെയ്യുക. പിന്നീട് നമുക്ക് MRIയോ CTയോ സ്കാനോ അല്ലെങ്കിൽ നേരിട്ടുള്ള ആൻജിയോഗ്രാം ചെയ്യാം. ഇപ്പോൾ അത്യാധുനികമായ CT MRI സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ളിലൂടെ ആൻജിയോഗ്രാം ചെയ്യേണ്ട ആവശ്യം പലപ്പോഴും ഇല്ല. അത് ചെയ്തുകൊണ്ട് കഴുത്തിലെ രക്തക്കോലുകളിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. അത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് 50% കൂടുതൽ രക്തക്കോല് ചുരുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ഒന്നുകിൽ ഉള്ളിലൂടെ ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എൻഡാർട്രക്ടമി എന്ന സർജറിയും ഉണ്ട്. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. ഉള്ളിലൂടെ ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ ഒഴിവാക്കാം. ഇത്തരത്തിൽ അത് എൻ്റെ കാരണം എന്താണ്, എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അതോടൊപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ മരുന്നുകളും സംഗതികളും കഴിക്കണം. ആദ്യം നിങ്ങളൊരു ഡോക്ടറെ കാണുക, ന്യൂറോളജി ഡോക്ടറെ കാണുക. ഡോപ്ലർ സ്കാനാണ് സാധാരണ രീതിയിൽ അവർ പറയുക. ഡോപ്ലർ സ്കാനിൽ കഴുത്തിൻ്റെ രക്തക്കൊലകൾ കാണാൻ കഴിയും, തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ കാണാൻ കഴിയില്ല. അതുകൊണ്ട് CT സ്കാൻ വെച്ചിട്ടുള്ള ആൻജിയോഗ്രാമാണ് ഏറ്റവും നല്ലത്. MRI വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ ഏറ്റവും നല്ലത് അത്യാധുനികമായ മൾട്ടി സ്ലൈസ് 64, 128 ഒക്കെ സ്ലൈസുള്ള CT സ്കാനിൽ ആൻജിയോഗ്രാം ചെയ്താൽ കൃത്യമായിട്ട് എവിടെയാണ് ബ്ലോക്ക് എന്നും എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്നും കണ്ടുപിടിക്കാൻ കഴിയും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമ്മളങ്ങനെ ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഈ രക്തസ്രാവത്തിൽ എങ്ങനെയൊക്കെയാണ് ഇതിന് ചികിത്സ ഉള്ളത്? രക്തസ്രാവത്തിൽ അമിതമായി ശരീരത്തിലെ ഏത് ഭാഗത്തും ഉള്ള അമിതമായ രക്തക്കോല് പൊട്ടിയുള്ള അമിതമായ രക്തസ്രാവത്തെ പണ്ടൊക്കെ വലിയ ഓപ്പറേഷൻ ചെയ്ത് നിയന്ത്രിക്കുന്നതിന് പകരം ഇപ്പോൾ ലളിതമായി ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ ചികിത്സിക്കാൻ കഴിയും. വളരെ സാധാരണയായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതാണ് ചോര തുപ്പുന്ന ഒരവസ്ഥ. അമിതമായി ഇപ്പോൾ ശ്വാസകോശത്തിലെ രക്തക്കോല് പൊട്ടിയിട്ട് അമിതമായി ചോര തുപ്പുന്ന അവസരങ്ങൾ പലപ്പോഴും സർജറി പോലും ചെയ്യാൻ സാധിക്കില്ല. പല സന്ദർഭങ്ങളിൽ ഇൻ്റർവെൻഷൻ റേഡിയോളജി സൗകര്യങ്ങളില്ലാത്തടത്ത് രോഗി മരണപ്പെടുന്ന അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ആൻജിയോഗ്രാം ചെയ്തുകൊണ്ട് എവിടെയാണ് രക്തക്കോൽ പൊട്ടിയെന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അത് ബ്രോങ്കിയൽ ആർട്ടറി എംബോളൈസേഷൻ എന്ന ചികിത്സയിലൂടെ നമുക്ക് പൂർണ്ണമായി ആ രക്തക്കോൽ അടച്ചു കളയാൻ പറ്റും. അതേപോലെയുള്ള വളരെ സാധാരണമായി കാണുന്ന ഒന്നാണ് നമ്മൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം. ഗർഭാശയത്തിലെ ഫൈബ്രോയിഡ് മുഴകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫൈബ്രോയിഡ് മുഴകളാണ് ഏറ്റവും സാധാരണയായി ഇതിന് കാണുന്ന കാരണങ്ങൾ. മറ്റു കാരണങ്ങളുണ്ട്. ഇത് പലപ്പോഴും സർജറി ചെയ്ത് ഫൈബ്രോയിഡിൽ എടുത്തു കളയോ അല്ലെങ്കിൽ പലപ്പോഴും ഗർഭപാത്രം തന്നെ എടുത്തു കളഞ്ഞിട്ടുമാണ് ഇത് ഇപ്പോൾ സാധാരണയായി ചികിത്സിക്കുന്നത്. എന്നാൽ ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ ഓപ്പറേഷൻ ഇല്ലാതെ നേരിട്ട് ആ ഫൈബ്രോയിഡ് മുഴകളിലെ രക്തക്കോൽ അടിച്ചു കളയുകയും പൂർണ്ണമായും രക്തസ്രാവം നിർത്തുവാനും ഫൈബ്രോയിഡുകൾ തന്നെ ചുരുക്കി കളയാനും നമുക്ക് സാധിക്കും. പലപ്പോഴും അതേപോലെ പ്രസവാനന്തരം ഉണ്ടാകുന്ന അമിതമായ രക്തസ്രാവം ഇതുപോലെ ഓപ്പറേഷൻ ഇല്ലാതെ ഗർഭപാത്രത്തെയും അതിൻ്റെ ധർമ്മത്തെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ രക്തസ്രാവം അടക്കാൻ കഴിയും. പിന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ പാലക്കാട് നിന്ന് തസ്ലീനയാണ് സംസാരിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് വെരിക്കോസ് വെയിന്റെ പ്രശ്നമുണ്ട്. അത് ഒരു 9 വർഷത്തോളായി. അങ്ങനെ കുറെ ചികിത്സയൊക്കെ നേടി, പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായിട്ട് തൃപ്തിയല്ല. അപ്പൊ എനിക്ക് പ്രസവം നിർത്തിയതിന് ശേഷമാണ് ഇപ്പൊ ഈ ഞരമ്പ് ചുരുളിച്ച് ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടുവന്നത്. അപ്പൊ അതിന് എന്താ ചെയ്യാ? ഇനിയിപ്പോ വെരിക്കോസ് വെയിന് 2 രീതിയിലെ കാരണങ്ങളുണ്ട്. ഒന്ന്, വെരിക്കോസ് വെയിനുകളുടെ വാൽവുകൾ തകരാറിലായിക്കൊണ്ട് തടിപ്പ് വരും. പിന്നീട് ഈ നമ്മുടെ ശരീരത്തിൽ വെയിൻസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള വെയിൻസും അകത്തുള്ള വെയിൻസും ഉണ്ട്.
ഇത് അകത്തുനിന്ന് പുറത്തേക്കാണ് സാധാരണ രീതിയിൽ രക്തം ഒഴുകുക. അത് തിരിച്ച് അതിൻ്റെ വാൽവുകൾ നഷ്ടമായിട്ട് പെർഫറേറ്റർ ഇൻകോമ്പറ്റൻസ് എന്ന് പറയും. അപ്പോൾ എന്തൊക്കെ ഈ 2 കാരണങ്ങൾ, ചിലപ്പോൾ ഒന്ന് മാത്രമായിരിക്കും, ചിലപ്പോൾ 2 കാരണങ്ങളും ഉണ്ടാവും. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. പണ്ടൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ വെരിക്കോസ് വെയിൻ എടുത്തു കളയുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ ഈ വെയിനുകൾ, പുറത്തുള്ള വെയിനുകൾ നമുക്ക് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, അതുപോലെ ലേസർ വെച്ചുകൊണ്ട് ഓപ്പറേഷനും ഇതിൻ്റെ മുറിവുകളുടെ പാടുകളൊന്നും ഇല്ലാതെ ഇത് ചികിത്സിക്കാൻ കഴിയും. അതോടൊപ്പം ഈ പെർഫറേറ്റർ ഇൻകോമ്പറ്റൻസിന് ഇപ്പോൾ സ്ക്ലീറോതെറാപ്പി, ആ രക്തക്കോലുകൾ അടച്ചു കളയുന്ന ഫോം സ്ക്ലീറോതെറാപ്പി എന്ന ചികിത്സകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ചികിത്സകൾ ലഭ്യമാണ്. ഇൻ്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകളും അതേപോലെ സർജറി വിഭാഗത്തിലെ ഡോക്ടർമാരും ഈ ചികിത്സകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാറ് ഞാനിത് മൗലാന ഹോസ്പിറ്റലിൽ ചെയ്തതാണ്. ഈ ഓപ്പറേഷൻ അല്ലാതെ ദ്വാരം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. അതിനുശേഷം എനിക്ക് പൂർണ്ണമായി എനിക്ക് വീണ്ടും കാലുവേദന ഉണ്ടായിരുന്നു. ഒരു മുട്ടിലൊക്കെ തരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് ചെയ്തതാണ്, മൗലാന ഹോസ്പിറ്റലിൽ ചെയ്തതാണത്. പക്ഷെ എനിക്ക് ആ ഹോസ്പിറ്റലിൽ വളരെ പ്രഗത്ഭനായ സർജനാണ് ഉള്ളത്. വളരെ നാളായി ഇത് ചെയ്യുന്ന, ഈ ചികിത്സ ചെയ്യുന്ന വളരെ പ്രഗത്ഭനായ ഡോക്ടറാണ് അവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ അവിടെ എന്താണ് കാരണം എന്ന് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, ചിലപ്പോൾ ആൻജിയോഗ്രാം, വീനോഗ്രാം, വെയിൻസിലുള്ള ആൻജിയോഗ്രാം ഒക്കെ ചെയ്തുകൊണ്ട് എവിടെയാണ് പ്രശ്നമെന്ന് ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനുള്ള ആവശ്യമായ ചികിത്സകൾ സർജറിയിലൂടെയോ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലൂടെയോ ഒക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ സ്റ്റോണുകൾ, അത് കിഡ്നിയിലും ഗോൾ ബ്ലാഡറിലൊക്കെ ഉണ്ടാകുന്ന സ്റ്റോണുകൾ, ഇത് ഈ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിൽ ചികിത്സിക്കാൻ കഴിയുന്നതാണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻ്റർവെൻഷൻ റേഡിയോളജി പോലെയുള്ള സാങ്കേതികത്വങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചികിത്സിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഗോൾ ബ്ലാഡറിലുള്ള സ്റ്റോണുകളാണ് സാധാരണയായി ഇപ്പോൾ കീഹോൾ ചെയ്തിട്ട് ഈ ഗോൾ ബ്ലാഡർ എടുത്തു കളയുന്ന ചികിത്സയാണ് ഏറ്റവും ഫലപ്രദം. അത് ജനറൽ സർജറി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സർജറി ഡോക്ടർമാരാണ് ചെയ്യുന്നത്. കിഡ്നിയിലെ സ്റ്റോണുകൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണെങ്കിലും സാധാരണ രീതിയിൽ മിക്കപ്പോഴും യൂറോളജി ഡോക്ടർമാരാണ് ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ അത് അവരാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട്. അപ്പോൾ പിത്തസഞ്ചിയിലൊക്കെ എന്തെങ്കിലും മറ്റ് കാരണങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത കേസുകളിൽ നമുക്ക് ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലൂടെ നേരിട്ട് ട്യൂബുകൾ പിത്തസഞ്ചിയിലേക്ക് കടത്തി വിട്ടുകൊണ്ട് ആ സ്റ്റോണുകൾ ഒരു പരിധിവരെ എടുത്തു കളയാൻ സാധിക്കും. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അജിത. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. സാർ, ഞാൻ എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അദ്ദേഹത്തിന് മലദൂരത്തിൽ പോയിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരുപാട് വല്ലപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുവരെ ഡോക്ടറൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഇത്തിരി ഒരു മാസം 2 മാസത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. ഇപ്പൊ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പോകുന്നുണ്ട്. ചോദ്യം എന്തായിരുന്നു? വ്യക്തമായില്ല. ഹലോ, ചോദ്യം വ്യക്തമായില്ല. രക്തം പോവുകയാണ്, എന്താണ്? മലദൂരത്തിൽ കൂടി ഇങ്ങനെ ബ്ലഡ് പോകുന്നുണ്ട്. എത്ര വയസ്സായി ഏട്ടന്? 49 വയസ്സായി. ശരി. ഇത് വയറിന് സ്തംഭനമൊക്കെ ഉണ്ടാവുന്ന അവസരങ്ങളിലാണോ കൂടുതലായിട്ട് കാണുന്നത്? അത് 2 ദിവസം കഴിഞ്ഞ് പോകണമെങ്കിൽ 2 ദിവസം മുമ്പ് വയറ് ചെറിയ വേദന പോലെ പറയും. അപ്പൊ അത് കഴിഞ്ഞാണ് ഇങ്ങനെ. ചോരയായിട്ട് തന്നെ പോകുന്നുണ്ടോ അതോ മലം കറുപ്പ് നിറത്തിൽ പോവുക എന്നുള്ളതാണോ? അല്ല, ബ്ലഡ് ആയിട്ടാണ് പോകുന്നത്. ഇത് ഈ പറഞ്ഞ പോലെ ഏതൊരു രോഗത്തിൽ നമ്മൾ എന്താണ് രോഗത്തിന്റെ കാരണം എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇപ്പൊ ഈ ബ്ലീഡിങ് ചിലപ്പോൾ ബ്ലഡിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. ബ്ലഡ് കട്ടപിടിക്കാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതേപോലെ ലോക്കലായിട്ടുള്ള മലദ്വാരത്തിന്റെ സമീപത്തിലെ കുടലിൽ എന്തെങ്കിലും മുറിവുകളോ അല്ലെങ്കിൽ പൈൽസ് പോലുള്ള അസുഖങ്ങളോ ആവാം. അപൂർവമായി ക്യാൻസർ വരെ ആവാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊളോണോസ്കോപ്പി, എൻഡോസ്കോപ്പി, CT സ്കാന് അല്ലെങ്കിൽ ആദ്യം നിങ്ങളൊരു ഡോക്ടറെ കാണുക. ഒരു ജനറൽ സർജനെയോ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സർജനെയോ അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കണ്ടുകൊണ്ട് നേരിട്ട് അവർക്ക് നോക്കേണ്ടി വരും. മറ്റ് ബ്ലഡുകൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നീട് ഈ കൊളോണോസ്കോപ്പി ഒക്കെ അല്ലെങ്കിൽ CT സ്കാനൊക്കെ ചെയ്തിട്ട് എന്താണോ അസുഖം അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, കോൾ കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർ, ഈ രക്തസ്രാവത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ശരീരത്തിലുണ്ടാകുന്ന ട്യൂമറുകൾ ഇൻ്റർവെൻഷണൽ റേഡിയോളജിയിലൂടെ ചികിത്സിക്കാൻ കഴിയുന്നതാണോ? ശരീരത്തിലുണ്ടാകുന്ന ട്യൂമറുകൾ നമുക്ക് സാധാരണ അറിയാം. നമ്മൾ ഓപ്പറേഷൻ, റേഡിയേഷൻ, കീമോ ഇഞ്ചക്ഷൻ മുതലായവരാണ് നമ്മൾ ക്യാൻസർ സാധാരണയായി ട്രീറ്റ് ചെയ്യുന്നത്.
എന്നാൽ ഇപ്പോൾ പിന്നെ ചില ക്യാൻസറുകളിൽ, പ്രത്യേകിച്ചും ലിവറിൻ്റെയും ലങ്സിൻ്റെയും ഒക്കെ ക്യാൻസറുകളിൽ പിന്നെ പലപ്പോഴും സർജറി സാധ്യമാവില്ല. അത്തരം അവസരങ്ങളിലും അല്ലെങ്കിൽ വളരെ നേരത്തെയുള്ള സിറ്റുവേഷനും അതേപോലെ സർജറി സാധ്യമല്ലാത്ത അവസരങ്ങളിൽ ഇപ്പോൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അല്ലെങ്കിൽ മൈക്രോവേവ് അബ്ലേഷൻ തുടങ്ങിയ പുതിയ നൂതനമായ ചികിത്സാ സംവിധാനങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. കൂടുതലായി ലിവർ ക്യാൻസറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലിവറിൻ്റെ ആ ട്യൂമറിൻ്റെ ഉള്ളിലേക്ക് സൂചികൾ കടത്തി വിട്ടുകൊണ്ട് പിന്നെ അതിനെ ചൂടാക്കി പൂർണ്ണമായി കരിച്ചു കളഞ്ഞ് അതിനെ സുഖപ്പെടുത്താവുന്നതാണ്. അത് ഏകദേശം സർജറി പോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ട് പൂർണ്ണമായ ചികിത്സ കിട്ടുന്നതാണ്. പിന്നെ ചിലപ്പോൾ ക്യാൻസർ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ ചികിത്സിച്ച് ഭേദം പൂർണ്ണമായി ആക്കാൻ പറ്റാത്ത അവസരങ്ങളുണ്ടാവും. അത്തരം ക്യാൻസറുകൾ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളിൽ സാധാരണയായി നമ്മൾ കീമോതെറാപ്പി ഈ ഇഞ്ചക്ഷൻ നമ്മൾ കയ്യിലൂടെയൊക്കെ കൊടുത്ത് ആണ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതുകൊണ്ട് തന്നെ ആ ഡ്രഗ് വരും, അതിൻ്റെ ചെറിയ സൈഡ് എഫക്ട്സ് ഉണ്ടാവും. മിക്കവാറും ക്യാൻസറുകളൊക്കെ അങ്ങനെ തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ ലിവർ ക്യാൻസർ പോലെയുള്ള ക്യാൻസറുകളിൽ നേരിട്ട് തന്നെ ഈ IV കൊടുക്കാതെ നേരിട്ട് ആ രക്തക്കുഴലിൻ്റെ ഉള്ളിലൂടെ പോയി നമുക്ക് കീമോ കൊടുക്കാൻ, അതിന് ട്രാൻസാർട്ടീരിയൽ കീമോ എംബോളൈസേഷൻ ചികിത്സ എന്ന് പറയും, അത് ചെയ്യാവുന്നതാണ്. അതുപോലെ ക്യാൻസറിൽ പിന്നെ ഇപ്പോൾ ലങ്സിൻ്റെ നേരത്തെയുള്ള ക്യാൻസറുകളിൽ എല്ലുകളിലേക്ക് വ്യാപിക്കുന്ന ക്യാൻസറുകളൊക്കെ തന്നെ ഈ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനും ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. മറ്റൊന്നുള്ളത്, ക്യാൻസർ ചികിത്സാ രംഗത്ത് പലപ്പോഴും ക്യാൻസറിനുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ട് രോഗികൾക്ക്. അതിൽ വേദനയാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും മോർഫിൻ പോലെയുള്ള ഗുളികൾ അമിതമായി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് മാറും. അപ്പോൾ വയറിൻ്റെ ക്യാൻസർ, ഇതേപോലെ എല്ലിൻ്റെ ക്യാൻസർ, നെഞ്ഞിലൊക്കെയുള്ള ക്യാൻസറുകളിൽ അമിതമായ വേദന ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ അതിന് കാരണമായ ഞരമ്പുകളെ മരവിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സീലിയാക് ആക്സിസ് ബ്ലോക്ക്, ഹൈപ്പോഗ്യാസ്ട്രിക് ബ്ലോക്ക്, ഇന്റർകോസ്റ്റൽ പാരാവെർട്ടിബ്രൽ ബ്ലോക്ക്, ഇങ്ങനെ ഒട്ടേറെ ചികിത്സാ സമ്പ്രദായങ്ങളിലൂടെ ഈ വേദനകൾ പൂർണ്ണമായോ ഒരു നല്ല പരിധി വരെയോ നമുക്ക് ചികിത്സിക്കാൻ കഴിയും. വേദനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ക്രോണിക് പെയിൻ അത് പിന്നെ ഒരുപാട് സൈഡ് എഫക്ട്സ് അതിൻ്റെ ഒരുപാട് നാൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ടുണ്ടാകും. ഇത്തരം ചികിത്സകളോടെ നമുക്കത് പെട്ടെന്ന് സുഖപ്പെടുത്താൻ കഴിയും. അതേപോലെയുള്ള ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് പലപ്പോഴും നമ്മൾ ലിവർ ക്യാൻസർ അല്ലെങ്കിൽ ആമാശയത്തിലൊക്കെ ഉണ്ടാകുന്ന ആ പരിസരത്തിലുണ്ടാകുന്ന ക്യാൻസർ കൊണ്ട് മഞ്ഞപ്പിത്തം ഉണ്ടാകും. പിത്തം പൂർണ്ണമായി കുടലിലേക്കും പോകാത്ത അവസരം ഉണ്ടാകും. ഇത്തരം അവസരങ്ങളിൽ ഈ പിത്തവാഹിനി കുഴലുകളുടെ ബ്ലോക്കുകൾ നീക്കി സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അന്നനാളത്തിലോ അല്ലെങ്കിൽ കുടലുകളിലോ ഒക്കെ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ബ്ലോക്ക് വരുമ്പോൾ അവിടെയും സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് രോഗിയുടെ ബുദ്ധിമുട്ടുകൾ, ഭക്ഷണം കഴിക്കാനും വേദനക്കുള്ള ബുദ്ധിമുട്ടുകൾ നീക്കുന്ന ഒട്ടേറെ പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റുകൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിലുണ്ട്. ഞാൻ നേരത്തെ പോലെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷന് പൂർണ്ണമായി ചികിത്സ നൽകുന്നതാണ്. പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റുകളും ലഭ്യമാണ്. കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ കോൾ കട്ടായിട്ടുണ്ട് ഡോക്ടർ. ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയറുകളൊക്കെ ചിലവ് കൂടിയതാണോ? ഇൻ്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയറിൽ ചിലവ് കൂടിയതല്ല, സാധാരണ പോലെയുള്ള ചിലവുള്ളതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ മസ്തിഷ്കത്തിൽ പറഞ്ഞു കോയിലിംഗ് ചികിത്സ പോലെയുള്ള ഈ കോയിലുകളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കുന്നില്ല, പുറത്തുനിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ട് ആ കോയിലുകളൊക്കെ കുറച്ച് വില കൂടിയാണ്. പക്ഷേ ഇൻ്റർവെൻഷൻ റേഡിയോളജിയെ കുറിച്ച് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓപ്പറേഷൻ ഇല്ലാതെ, മുമ്പൊക്കെ വലിയ ഓപ്പറേഷനുകൾ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഓപ്പറേഷൻ ഇല്ലാതെ അതിനേക്കാൾ ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെൻറ്റ് കഴിയാൻ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ രോഗിക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പോകാൻ പറ്റും. ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഇനി ജോലിക്ക് പോകാത്ത ആളുകൾ അവരുടെ രോഗത്തിൻ്റെ ഭാഗമായി വീട്ടുകാർക്കൊക്കെ അദ്ദേഹത്തെ നോക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അവർ ലീവ് എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിപ്പോൾ ന്യൂറോ സർജറി ഒക്കെ കഴിഞ്ഞ് മാസങ്ങളോളം ലീവ് എടുക്കുന്നതിന് പകരം ഇത് രോഗത്തിൻ്റെ മറ്റവസ്ഥകൾ കൊണ്ട് കിടക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഏതാനും ദിവസങ്ങൾ മാത്രമേ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റ്, മൊത്തത്തിലുള്ള രോഗിയുടെ ചിലവ് നോക്കുകയാണെങ്കിൽ ഇത് മറ്റുള്ളതിനേക്കാളും ചിലവ് കുറവായിരിക്കും. മറ്റ് സർജറികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജി ട്രീറ്റ്മെൻറ്റുകൾ വേദന എങ്ങനെയാണ്? ഇതിന് ഒട്ടും വേദന ഉണ്ടാവുന്നില്ല. മാത്രമല്ല ഇതിൽ മിക്കവാറും ഇൻ്റർവെൻഷൻ റേഡിയോളജി ചികിത്സകൾക്ക് അനസ്തേഷ്യ പോലും ആവശ്യമായി വരുന്നില്ല. കാരണം നമ്മൾ ഈ ചെറിയൊരു സുഷിരത്തിലൂടെ കാലിൻ്റെ രക്തക്കൊണ്ടിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. അവിടെ മാത്രം ചെറിയൊരു തരിപ്പിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിന് ശേഷവും വേദനകളൊന്നും ഉണ്ടാവുന്നില്ല. മിക്കപ്പോഴും അനസ്തേഷ്യ തന്നെ വേണ്ടി വരില്ല. പിന്നെ ന്യൂറോ ഒക്കെ പോലെയുള്ള നിങ്ങൾക്ക് അനസ്തേഷ്യ വേണ്ടി വരും. പലതരം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഇതിനുള്ളത്. ഇത് എല്ലാ ആശുപത്രികളിലും ഇങ്ങനെ ഒരു വിഭാഗം തുടങ്ങുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറഞ്ഞത് ഇതൊരു നൂതനമായ ചികിത്സാ രീതിയാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ശ്രീചിത്രയിലാണ് സർക്കാർ മേഖലയിൽ ഏറ്റവും നന്നായി ഒരുപാട് നാളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ മെഷീന് കുറച്ചു കാലം കേടുവന്ന് കടന്നു. ഇപ്പോൾ വളരെ അത്യാധുനികമായ മെഷീൻ അവിടെ വന്നിട്ടുണ്ട്. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പ്രവർത്തനക്ഷമമാവും. സ്വകാര്യ മേഖലകളിൽ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പ്രധാന ആശുപത്രികളിൽ ഈ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റുള്ള, അതേപോലെ അത്യാധുനികമായ കാത്ത് ലാബ് 3D റൊട്ടേഷൻ സംവിധാനമുള്ള കാത്ത് ലാബുകളുള്ള ആശുപത്രികളിൽ പലതുമുണ്ട്. അതിൽ 24 മണിക്കൂറും 365 ദിവസവും ഇത്തരം ചികിത്സകൾ ഇന്ന് കേരളത്തിൽ ലഭ്യമാണ്.
ഓക്കെ ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമായി. ഇൻ്റർവെൻഷണൽ റേഡിയോളജിയെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചതിന് നന്ദി. താങ്ക് യു. നമസ്കാരം.